കഴിഞ്ഞ ദിവസം ചെന്നൈ മംഗലാപുരം മേലിൽ കവർച്ച നടത്തിയ സംഘത്തിൽ ഹരിയാന സ്വദേശികളായ 2 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം. ഇവരുടെ CCTV ദൃശ്യങ്ങൾ RPFന് ലഭിച്ചിട്ടുണ്ട്. ഓരോ കവർച്ചയ്ക്കും ഇവർക്ക് പ്രത്യേകം പരിശീലനം നൽകുന്നുണ്ട്. ട്രെയിൻ യാത്രികരുടെ 50 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മറ്റ് സ്വർണ്ണാഭരണങ്ങളും കവർച്ച നടത്തിയതിലാണ് ഹരിയാന സ്വദേശികളായ 4 പേർ കഴിഞ്ഞ ദിവസം RPFന്റെയും റെയിൽവേ പോലീസിന്റെയും പിടിയിലായത്. ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ ഗ്യാങ്ങിൽപ്പെട്ടവരാണ് സംഘം. 800 പേരടങ്ങുന്ന ഗ്യാങ് ആണ് ഇവരുടെ. കഴിഞ്ഞ ദിവസം പിടിയിലായ രാജേഷ്, ദിൽബാഗ്, മനോജ് കുമാർ, ജിതേന്ദ്രർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. അന്ന് കവർച്ച നടത്താൻ ഇവർ കയറിയ ട്രെയിനിൽ ഇവരുടെ സംഘത്തിൽപ്പെട്ട 2 പേർ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2 പേർ മറ്റൊരു ട്രെയിനിൽ തിരിച്ചുപോയി. ഹാൻസി കവർച്ചാ സംഘം ഇവർ HNS ഗാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സംഘത്തിന്റെ കേരളത്തിലെ ആദ്യ കവർച്ചയാണിത്. ഇതിനു മുൻപ് ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർ കവർച്ച നടത്തിയിട്ടുണ്ട്. ഒരിടത്ത് കവർച്ച നടത്തിയാൽ കുറെ കാലത്തേക്ക് ഇവിടെ ഇവർ എത്തില്ല. മാത്രമല്ല, ഓരോ കവർച്ചയ്ക്കും ഓരോ സിം കാർഡാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ സിം കാർഡ് ഉപയോഗിക്കില്ല. ഇതുമാത്രമല്ല, ഈ സംഘത്തിന് ബാഗ് തുറക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ട്. അവരുടെ ഗ്രാമത്തിൽ തന്നെയാണ് ബാഗിന്റെ സിബ് തുറക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടാക്കുന്നത്. ബാഗിന്റെ ഷോറൂമുകളിൽ പോയി ഈ ടൂൾ വെച്ച് അവർ വിവിധ ബാഗുകൾ പരിശോധിക്കും. അങ്ങനെ ഒന്നിലധികം ടൂളുകൾ ഇവരുടെ കൈവശമുണ്ടാകും. പിടിയിലായ ഈ സംഘത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള 2 ടൂളുകളാണ് ഉണ്ടായിരുന്നത്. ഈ സംഘത്തിൽ കൃത്യമായി പൂട്ടു തുറക്കുന്നതിന് പരിശീലനം ലഭിച്ച ഒരാളുണ്ടാകും. യാത്രക്കാർ ഇറങ്ങുന്ന സമയത്താണ് ഇവർ ഇത്തരത്തിൽ കവർച്ച നടത്തുന്നത്. പ്രധാനമായും VIP യാത്രക്കാരുള്ള കമ്പാർട്ട്മെന്റുകളിലാണിത്. ഈ സംഘത്തിലേക്ക് പുതിയ ആളുകളെ ഇവർ പരിശീലനം നൽകുകയും ചെയ്യും. കവർച്ച നടത്തി കിട്ടുന്ന സ്വർണം കൂടുതലും പണയം വെക്കാറാണ് പതിവ്. എന്നാൽ കോഴിക്കോട് നിന്ന് കവർച്ച നടത്തിയ സ്വർണം പൂർണ്ണമായും കണ്ടെടുക്കാൻ പോലീസിനും RPFനും കഴിഞ്ഞിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.